അമേരിക്കയിൽ ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു. ഇസ്രായേലിനെയും ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് അമേരിക്കയിൽ ഇസ്രായേലിൻ്റെ എംബസി എല്ലാം പ്രവർത്തിക്കുന്നത്. ആ സുരക്ഷാ വേലി മറികടന്നുകൊണ്ടാണ് വെടിവെപ്പ് നടന്നത് എന്നുള്ളതും 2022 വർഷം മുതൽ ഈ എംബസിയിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തവർക്ക് നേരെയാണ് വെടിവെപ്പ് നടന്നത്. 2 പേരും തൽക്ഷണം മരണപ്പെട്ടിരിക്കുന്ന വിവരവും വെടിവെച്ചയാളെ പിടികൂടിയിട്ടുണ്ട്. ഈ ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വെടിവെപ്പ് നടന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക വലിയ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നും കനത്ത ശിക്ഷ നൽകുമെന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരിച്ചു. പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം, എംബസികൾ പോലും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ രീതികൾ മാറുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ പൗര സുരക്ഷിതത്വവും അതേപോലെ തന്നെ സ്ഥാപന സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ പവറുള്ള ശക്തിയുള്ള വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉള്ള രാജ്യമാണ്. അവിടെ പോലും ഇസ്രായേലിൻ്റെ എംബസിക്ക് സുരക്ഷിതത്വം നൽകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ